ഹേ ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിസ് സൺസൈനുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഏരിസ് സൺസൈനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർച്ച് 21 ടു ഏപ്രിൽ 19 ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് ഏരിസ് സൺസൈനിൽ വരുന്നത്. സോ നിങ്ങളുടെ മെയിൻ ക്യാരക്ടറിൽ ഫസ്റ്റ് തിങ് ഞാനൊരു ഫസ്റ്റ് പേഴ്സൺ, അതായത് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, എല്ലാത്തിലും ഫസ്റ്റ് ആവണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവാം. നിങ്ങൾക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷൻ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ആൻഡ് നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലപോലെയുള്ളൊരു പേഴ്സൺ ആണ്. ആൻഡ് യു ആർ ബോൾഡ് ആൻഡ് അംബീഷ്യസ് എന്നുള്ളത് കാണുന്നു. ബോൾഡ് പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്ക് പല ചാലഞ്ചസും ഈസിലി നേരിടാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവാം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ എം സീയിങ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഹൈലി പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ബിഫോർ ഡിസംബർ എൻഡ്സ്, ബിഫോർ നിങ്ങൾക്ക് 2025 എത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ചേഞ്ചസ് ആൻഡ് വാട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ 2025. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, 2025 എനർജീസ്. ബട്ട് നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുത്തേണ്ടത് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഐ സീ the 2 of Wands energy. നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഒരു ഭാഗം ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തോ ഒരു എംബിഷൻ, ഒരു എയിം ഉണ്ട്. നിങ്ങൾ അതിനെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നതായിരിക്കും. എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സംഭവത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീരീഡിലായിരിക്കും നിങ്ങളെന്നാണ് കാണുന്നത്. നിങ്ങൾ ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഐ സീ ദ മൂൺ കാർഡ്. സോ ഈ മൂൺ കാർഡ് ഇസ് അബൌട്ട് നിങ്ങൾക്ക് മൂണുമായിട്ടുള്ള കണക്ഷനാണ് കാണിക്കുന്നത്. മൂണുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പലർക്കും പല സമയത്തായിട്ട് ചില ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലോട്ടേക്ക് മൂവ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം ഈ ഒരു ആൾക്കാർക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി മൂണിൻ്റെ ഫേസസുമായിട്ടും റിലേറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങളൊരു ചെടി നട്ടിട്ട് അത് വളരുന്ന ആ ഒരു ടൈം പീരീഡ് വരെ എത്തും നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പം പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും, അത് നടുവിൽ നിന്ന് അത് വിട്ടുപോകാനും അതിനെ കംപ്ലീറ്റ് ചെയ്യാതെ അതിനെ നെക്സ്റ്റ് സംഭവത്തിലേക്ക് ചാടി പോകാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ സീ ദ എംപറസ് കാർഡ്. നിങ്ങളിൽ പലരും ഒരു സേഫ് എനർജിയാണ്. പലർക്കും നിങ്ങളുടെ അറൗണ്ടിൽ ഭയങ്കര സേഫായിട്ടും സെക്യൂറായിട്ടും തോന്നാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. ആൻഡ് ഐ സീ ദ മജിഷ്യൻസ് കാർഡ്. അതായത് നിങ്ങൾക്ക് എല്ലാ പവേഴ്സും അറ്റ് എ ടൈം ഉള്ള ആൾക്കാരാണ്. ആസ് ഐ സെഡ്, നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന സോഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കപ്സ്, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, റിയാലിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ റിയൽ ആക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഫർമേഷൻ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട്. ഐ സി 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ലെവലിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കണ്ടിട്ട് ആൾക്കാർ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ തന്നെ എനിക്കിത് ചെയ്തു തരണോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരിക എന്നുള്ള എനർജി. 10 ഓഫ് വാൻഡ്സ് എനർജി. നിങ്ങളുടെ പലർക്കും ട്രാവൽ അല്ലെങ്കിൽ റീലൊക്കേഷൻ എന്ന ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് വേറൊരു നാട്ടിൽ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാനോ ഉള്ള ഒരു പവർ ഉണ്ട്. അതേപോലെ തന്നെ ഐ സി ദ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു അൺമച്വർ എനർജി ഉണ്ടാവാം വിത്ത് മണി ചില സമയത്ത്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് വരുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോവാം. നിങ്ങൾ പറഞ്ഞത് ആ രീതിയിൽ പറയണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഹേർട്ടായി പോയില്ലേ, അങ്ങനെ പറയണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കായിരുന്നു, ഈ ഒരു സീൻ ഒഴിവാക്കായിരുന്നു നിങ്ങൾക്ക് തോന്നാം. ഐ സി 7 ഓഫ് സോഡ്സ് എനർജി. നിങ്ങളിൽ പലരും ഒരു റോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള പലരും അവർ നിങ്ങളെ ഐ ഡോണ്ട് തിങ്ക് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊന്നും അവർ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ല. പകരം അവരെന്തൊക്കെയോ കാര്യങ്ങൾ സാഹിത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുക. അങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട് നിങ്ങൾ സറൗണ്ടഡ് ആണ് എന്നുള്ളത് കാണുന്നു. I see 7 of Cups energy. നെവർ ഗോ ഫോർ അഡിക്ഷൻസും ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക. അതായത് നിങ്ങൾക്കൊരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷനോ ഡിസ്ട്രാക്ഷൻസോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം എന്നുള്ളത് കാണുന്നുണ്ട്. സോ അത് മാക്സിമം ഒഴിവാക്കുക. ഐ സി ദ ജഡ്ജ്മെൻറ്റ് കാർഡ്. സോ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിന് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കതിനകത്ത് ജഡ്ജ്മെൻറ്റ് കിട്ടും. അതേപോലെ ലീഗലി എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടെ നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടും എന്നുള്ളത് കാണുന്നു. ഐ സി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ലക്ഷറിയും മണിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർ നിങ്ങൾക്കുണ്ട്. യു വിൽ ബി ഫിനാൻഷ്യലി സ്റ്റേബിൾ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഹൈ പ്രീസ്റ്റസ് എനർജി. നിങ്ങൾക്ക് നിങ്ങളൊരു സെൻസിറ്റീവ് പേഴ്സണാണ്. സെൻസിറ്റീവ് നോട്ട് മീൻ ദാറ്റ് നിങ്ങൾ പെട്ടെന്ന് കരയും പെട്ടെന്ന്, അങ്ങനെയല്ല സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീപ്പിൾ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ എനർജി നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഒരു ഡിസ്റ്റൻറ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ഓക്കെ, നിങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പകുതി ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ല, ഹാഫ് ഓഫ് ദം യു നോ ദം വെൽ. പക്ഷേ നിങ്ങൾ ഈ പകുതി അറിയാത്ത ആൾക്കാരെ മുന്നിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ഈച്ച് പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2 വേർഡ് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് അവരുടെ ഒരു എനർജി മനസ്സിലാവും. അതായത് നിങ്ങൾക്ക് ഇവരോട് കൂട്ടുകൂടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള എനർജി. ഐ സി 7 ഓഫ് സോർഡ്സ് എനർജി. 7 ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം നിന്ന് ഒരു 7 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് വരുന്നത് ഐ തിങ്ക് മോസ്റ്റ് പ്രോബ്ലി നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനിലേക്ക് പോകാനും നിങ്ങളുടെ ലൈഫിൽ ഓരോരോ മൂവ്മെൻറ്റ്സും ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് വരാനും ഉള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ക്യാരക്ടേഴ്സ് ഭയങ്കര ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരാൾ ചിലപ്പം ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഒരാൾ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾ. അങ്ങനെ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള 2 പേര് ഒരുമിച്ച് വന്നൊരു എനർജി ഉണ്ടാവും എന്നുള്ളത് കാണുന്നു. അതിൻ്റെ കൂടെ അഗെയിൻ ഐ സി 3 ഓഫ് വാൻഡ്സ് എനർജി. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലരും പുറത്തേക്ക് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരായിരിക്കും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലായിരിക്കും ഈ വീഡിയോ എത്തിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്ക് പലർക്കും പുറത്ത് പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഉള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് കാണുന്നു. 5 ഓഫ് വാൻഡ്സ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ് എനർജി. സോ വാട്ട് ഐ സീ ഇസ് ദാറ്റ് നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ പഠിച്ച സാധനവും ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ പഠിച്ചതും നിങ്ങളുടെ പാഷനും ഒട്ടും തന്നെ ജോയിൻ്റ് ആയി പോകുന്നില്ല, അല്ലെങ്കിൽ അതും ഇതും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ള ലെവലിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു. എലോങ് വിത്ത് ദാറ്റ് ഐ സി 5 ഓഫ് വാൻഡ്സ് എനർജി. അപ്പോൾ 5 ഓഫ് വാൻഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ പോയി പെടരുത് എന്നുള്ളതാണ് കാണുന്നത്. സോ കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിൽ പോയി പെടുക എന്നുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം വാട്ട് യു സി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒന്നുമല്ലാതെ ജസ്റ്റ് ഒന്ന് പോയതായിരിക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് ചിലപ്പം ആൾക്കാർ നിങ്ങളറിയാതെ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയും അത് നിങ്ങളാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളാണ് അതങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് നിങ്ങൾ വരെ ആക്കി കളയാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേര് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് എ സ്പിരിറ്റ് മെസ്സേജ് ദാറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾക്കുള്ള ഏരീസിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള സ്പിരിറ്റ് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ തന്നെ കുറച്ചുകൂടി കൂടുതലായിട്ടും വിശ്വസിക്കൂ. നിങ്ങളിപ്പോൾ ഉള്ളത് റൈറ്റ് പ്ലേസിലാണെന്ന് വിശ്വസിക്കൂ. നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. ആൻഡ് നിങ്ങളുടെ മുന്നിൽ അത് വരേണ്ട സമയത്ത് വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയമായിരിക്കില്ല നിങ്ങളുടെ ഡിവൈൻ ടൈമിങ്. ചിലപ്പം അത് നിങ്ങൾക്കിപ്പം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ കൈ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള രീതിയിൽ ആക്ട് ആവാനോ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ കാര്യത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളുടെ
ജീവിതത്തിൽ നെഗറ്റീവ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോസിറ്റീവ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങും. നിങ്ങൾക്ക് ആംഗ്രി, ഹേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പ്രകടിപ്പിച്ച് അതിനെ അക്നോളജ് ചെയ്യാൻ തുടങ്ങും. അതിനെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, ഐ ആം ആംഗ്രി, ഐ ആം ഹേർട്ട്, ഓക്കെ ഫൈൻ, ഐ ആം അക്സെപ്റ്റിംഗ് ദാറ്റ് ഇമോഷൻ. ആ ഇമോഷൻ ഞാൻ എൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫീലിങ്സിൻ്റെ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനെ മനസ്സിലാക്കുക. ഓക്കെ, ദിസ് ഈസ് ഹാപ്പനിങ് വിത്ത് മീ, എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി എൻ്റെ ലൈഫിൽ അതിനെ ഞാൻ മുന്നിലോട്ടേക്ക് തുടരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, പിന്നെ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്പർ 1 നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് തോട്ട്സിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു എക്സാം എഴുതി, ആ ഒരു എക്സാമിൽ നമുക്ക് 2-3 പ്രാവശ്യം ഫെയിലിയർ ഉണ്ടായി. ഓക്കെ, അപ്പം നമ്മൾ സത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ, നമ്മൾ ഫസ്റ്റ് നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഫെയിലിയർ വരുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ട് അതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷൻ, അതൊരു തോട്ട് ബ്ലോക്കാണ് നമ്മൾക്ക്. അതായത് അത് നമ്മൾക്ക് ഇനിയും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തോട്ട് ബ്ലോക്കാണ്. പകരം നമ്മൾ ചെയ്യേണ്ടത് വാട്ട് ഡിഡ് ഗോ റോങ്, എന്താണ് ആ തെറ്റ് ആയിപ്പോയത്, എന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് വർക്കൗട്ട് ആവാതിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സപ്പോസ് യു ആർ യൂസിങ് 1 സ്റ്റഡി മെറ്റീരിയൽ ഫോർ എക്സാമ്പിൾ. ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പറ്റുന്ന മെറ്റീരിയൽ അല്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ മാറ്റി പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാസ്സാവുമായിരിക്കും. സോ അങ്ങനെയുള്ളൊരു റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു കോസിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. പകരം നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം സംടൈംസ് നമ്മളെ മേലെ തന്നെ ബ്ലെയിം വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാണ്ടിരുന്നിട്ട് പോയിട്ട് പരീക്ഷ എഴുതി തോക്കുന്നതിൽ ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ ബ്ലെയിം ചെയ്യാം. പക്ഷേ ഐ തിങ്ക് പലരും എക്സാം എഴുതുന്ന പലരും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എഴുതിയതായിരിക്കാം. പക്ഷേ അതിൻ്റെ ആ ഒരു മെത്തേഡിലുള്ള പ്രശ്നമായിരിക്കാം നമ്മൾക്ക് ആ ഒരു സക്സസ് കിട്ടാതിരുന്നത്. ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ എവറിത്തിങ്. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്, വെൻ ഇറ്റ് കംസ് ടു കരിയർ, വെൻ ഇറ്റ് കംസ് ടു ഫിനാൻസസ്, ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ടാവും. അത് അതിൻ്റെ റൂട്ട് ലെവലിലായിരിക്കും കിടക്കുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ, അതിന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. സോ അത് അവിടെ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ മിസ്റ്റേക്സിൻ്റെ അകത്തും മോസ്റ്റ് പ്രോബബിലി ഇതിൻ്റെ അകത്തുള്ള 80% തിങ്ങും അതൊരു എക്സ്റ്റേണൽ കാരണം കൊണ്ട് നടക്കുന്നതായിരിക്കും. 20% നിങ്ങളുടെ മിസ്റ്റേക്സ് ഉണ്ടാവുള്ളൂ എന്നാണ് കാണുന്നത്. സോ ഈ ഒരു 20% മാറ്റി നിർത്തി ഈ ഒരു 80% നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് ആസ് 80-20 റൂൾ. അത് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ഓക്കെ, വാട്ട് ഈസ് 80-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ആക്ച്വൽ വേർഡ് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം, വാട്ട് ഐ വോണ്ടഡ് ടു സേ. അപ്പം ഈ 80-20 റൂൾ തന്നെയാണ് അതിൻ്റെ പേര്. 80-20 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയാലും ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടെ നമ്മൾക്ക് 80% ഓഫ് പ്രോബ്ലംസ് നമ്മൾ ഈ 20, അതായത് 80-നകത്ത് 20 ഉണ്ടാവില്ല, ആ 20 പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അതായത് ഫോർ എക്സാമ്പിൾ, ഏതോ ഒരു സ്ഥലത്ത്, അതായത് ഏത് സ്ഥലമാണെന്നൊന്നും എനിക്ക് ആ ബുക്ക് വായിച്ചതിൻ്റെ ഓർമ്മയില്ല, ഏതോ ഒരു സ്ഥലത്ത് ദർ വാസ് എ ലോട്ട് ഓഫ് ട്രാഫിക്, ഭയങ്കര ട്രാഫിക്കിൻ്റെ ഇഷ്യൂ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രാഫിക് എന്ന് പറയുന്നത് ജസ്റ്റ് 20% സ്ഥലത്തേ ഉള്ളൂ. ബാക്കി 80% എന്ന് പറയുന്നത് ഈ 20%-നെക്കാട്ടിലും കുറവായിട്ടുള്ള ട്രാഫിക്കാണ്. ബട്ട് വൺസ് ദേ ക്ലിയർഡ് ദിസ് 20% ട്രാഫിക്കിൻ്റെ പ്രോബ്ലം, ബാക്കി 80% പ്രോബ്ലം ഡിസപ്പിയർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഓണർ ഈ ഒരു മീൻസ് ഒരു കൺസൾട്ടൻറ്റിനെ പോയി കണ്ടപ്പോൾ അവരവരുടെ മെനുവും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പം ദേ ഫസ്റ്റ് സെഡ് ദാറ്റ് അവർക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു ഇതിൻ്റെ അകത്ത് എന്താണ് ആഡ് ഓൺ ചെയ്യേണ്ടത് എൻ്റെ ഈ ഒരു വെഞ്ചർ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദേ സെഡ് നിങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യല്ല വേണ്ടത്, പകരം ഇത് കുറച്ച് ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രം കൊടുക്കുന്ന ഒരു കടയായിട്ട് മാറ്റും.
നിങ്ങളുടെ ഓവറായിട്ടുള്ള ഇത്രയും കുറേ മെനൂസിൻ്റെ അകത്ത് ഇത്രയും സാധനം ഇത്രയും ഓപ്ഷൻസ് കൊടുക്കുന്നതിന് പകരം കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ കട്ട് ഔട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ഫൈൻ, ഞാനൊരു 35% കട്ട് ഔട്ട് ചെയ്യാൻ ഐ വാസ് ആസ്കിങ് ഫോർ ലൈക്ക് എന്താണ് ആഡ് ചെയ്യുക, പക്ഷേ നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്, അതെന്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കട്ട് ഔട്ട് ചെയ്തിട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ഈ പറയുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്ന്, അതായത് നമ്മളുടെ മെനു ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ കട്ട് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് അയാളുടെ ഒരു ബ്രാഞ്ചിൽ റൺ ചെയ്തപ്പോഴത്തേക്കും ദേ ഫൗണ്ട് ദാറ്റ് 35% ഓഫ് ഇൻക്രീസ് ഉണ്ടായിരുന്നു അവരുടെ പ്രോഫിറ്റിൽ എന്ന് കണ്ടെത്തി. സോ ദിസ് ഈസ് വാട്ട് സെയിം ഇസ് ഹാപ്പനിങ്. നമ്മൾ ചിലപ്പം നമ്മളുടെ ഫോമോ വെച്ചിട്ട്, ഫോമോ മീൻസ് വി ആർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് ഇത് നമ്മൾ കിട്ടാതായി പോകുമെന്ന് വിചാരിച്ച് നമ്മൾ പലതും അറ്റ് എ ടൈം ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. അപ്പം പലതും ഗ്രാബ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യൂ എന്നാണ് കാണുന്നത്. ആ ഒരൊറ്റ സാധനത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നല്ല ഒരു ഇൻകം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഏത് കാര്യത്തിലും ഈ ഒരു 80-20 റൂൾ നിങ്ങൾ ചെയ്യാൻ നോക്കൂ. അതായത് നിങ്ങളുടെ ഉള്ള പ്രോബ്ലംസിൻ്റെ അകത്ത് 80 പ്രോബ്ലംസ് പറയുന്നത് ഉണ്ടാവും, പക്ഷേ 20 പ്രോബ്ലംസ് ഭയങ്കര പ്രശ്നമുള്ള 20 പ്രോബ്ലംസ് ആയിരിക്കും. ഈ 20 പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഈ 80 പ്രോബ്ലംസും ഡിസോൾവ് ആയി പോകും എന്നാണ് കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ